സർക്കാർ ഉത്തരവ് പ്രകാരം 2 സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രികൾ ഉള്ള ജില്ലയാണ് കാസർഗോഡ്. എന്നാൽ ഇവിടെ നടക്കുന്ന ചില കാഴ്ചകൾ കണ്ടാൽ ആരായാലും മൂക്കത്ത് വിരൽ വയ്ക്കും. കാണാം ആരോഗ്യ രംഗത്തെ ഈ നാടിന്റെ ദുർഗതി. എനിക്ക് പിറകിലായി കാണുന്ന ഈ വമ്പൻ കെട്ടിടമാണ് യഥാർത്ഥത്തിൽ കാസർകോട്ടെ മെഡിക്കൽ കോളേജ്. എന്നാൽ ആവശ്യത്തിന് ജീവനക്കാരോ മറ്റ് സംവിധാനങ്ങളോ ഇല്ലാത്തതിനാൽ ഇപ്പോൾ താൽക്കാലികമായി കാസർകോട്ടെ ജനറൽ ആശുപത്രിക്കാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് എന്ന ഖ്യാതിയുള്ളത്. എന്നാൽ അവിടുത്തെ ചില കാഴ്ചകൾ അതിഭയാനകമാണ്. ഉക്കിനടുക്കയിലെ സർക്കാർ മെഡിക്കൽ കോളേജ് പൂർണ്ണമായും പ്രവർത്തന സജ്ജമാവാത്തതിനെ തുടർന്നാണ് കാസർകോട് ഗവൺമെന്റ് ജനറൽ ആശുപത്രിയെ താൽക്കാലികമായി സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയായി ഉയർത്തിയത്. എന്നാൽ ഉത്തരവിൽ മാത്രം കാര്യങ്ങൾ നടന്നാൽ പോരല്ലോ. അസൗകര്യങ്ങളുടെ ഇടയിൽപ്പെട്ട് ഉഴലുകയാണ് ഈ ആശുപത്രി. സംസ്ഥാനത്ത് 24 മണിക്കൂറും പോസ്റ്റ്മോർട്ടം നടത്തുന്ന ഏക സർക്കാർ ആശുപത്രി എന്ന ഖ്യാതി നിലനിൽക്കെ തന്നെ 3 മാസത്തിനുള്ളിൽ മാത്രം 4 പോസ്റ്റ്മോർട്ടങ്ങളാണ് ഇവിടെ മണിക്കൂറുകളോളം മുടങ്ങിയത്. കഴിഞ്ഞ ദിവസം പോസ്റ്റ്മോർട്ടം അടുത്ത ദിവസത്തേക്ക് മാറ്റിവെച്ച് മോർച്ചറി പൂട്ടി ജീവനക്കാർ സ്ഥലം വിട്ടു. ശിരിബാഗിലു സ്വദേശിയായ ചെന്നിയപ്പ പൂജാരിയുടെ മൃതദേഹത്തോടാണ് ആശുപത്രി ജീവനക്കാർ ഈ അനാദരവ് കാണിച്ചത്. നാട്ടിലുള്ള ഈ കാസർഗോഡിനുള്ള അവഗണനയാണ് ശരിക്കുള്ളത്. ഈ സർക്കാരിൻ്റെ അവഗണനയാണ്. ഒന്നും ഞങ്ങൾ ഇവിടുത്തെ MLA ആണ് ഇത് നോക്കേണ്ടത്. ആൾക്കാർ കഷ്ടം എന്തുകൊണ്ടെന്ന് ഇത് ആദ്യം ഒന്നല്ല, കുറേ പ്രവർത്തനം നടക്കുന്നുണ്ട്. പിന്നെ പാർട്ടിക്കാർ പിടിച്ചുകൊണ്ട് അവരവരെ കാര്യം മാത്രം നടക്കുന്നുള്ളതിൽ ഇങ്ങനത്തെ പാവങ്ങൾക്ക് വളരെ കഷ്ടമാണ് കാസർഗോഡിൽ. ഒടുവിൽ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെയാണ് അർദ്ധരാത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയത്. പോലീസ് ക്ലിയറൻസ് വൈകുന്നതാണ് പോസ്റ്റ്മോർട്ടം വൈകാൻ കാരണമെന്നതാണ് ആശുപത്രി അധികൃതരുടെ സ്ഥിരം മറുപടി. എന്നാൽ ജീവനക്കാരുടെ അഭാവമാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നത് പൊതുജനങ്ങൾ പോലും മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. ചികിത്സയ്ക്ക് പുറമെ മൃതദേഹങ്ങൾ കൂടി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ മംഗളൂരുവിലേക്ക് ഓടേണ്ട ഗതികേടിലാണ് ഈ സാധാരണക്കാർ. മാതൃഭൂമി ന്യൂസ്, കാസർകോട്. സാരംഗ് സുരേഷ് ചേരുന്നുണ്ട്. സാരംഗ്, കേരളത്തിന്റെ അങ്ങേ അറ്റത്ത് ആ പ്രദേശത്തെ സംബന്ധിച്ചോളം ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ആളുകൾക്ക് കിട്ടുന്ന ലഭ്യമായ ഒരു ആശുപത്രിയാണ്. ആ ആശുപത്രിയാണ് ഇതാണ് അവസ്ഥയെങ്കിൽ എത്രത്തോളം ഗുരുതരമാണ്? പോസ്റ്റ്മോർട്ടം അടക്കമുള്ള മുടങ്ങുന്നതിന്റെ കാരണം എന്താണ് സാരംഗ്? ഒരു 6 മാസ കാലയളവിനിടയിലാണ് കാസർകോട് ജനറൽ ആശുപത്രിയെ കുറിച്ച് ഇത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു വിവാദം ഉയർന്നു വരുന്നത്. ജനങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ വലിയ പ്രതിഷേധങ്ങൾ ആശുപത്രി പരിസരത്ത് ഉണ്ടാവുന്നത്. കാരണം ഓരോരുത്തരുടെ ആളുകളുടെയൊക്കെ സ്വന്തം കുടുംബാംഗങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളുടെയൊക്കെ തന്നെ മൃതദേഹത്തോട് അവർക്കുണ്ടാവുന്ന ഒരു വൈകാരികമായിട്ടുള്ള ഒരു അടുപ്പമുണ്ട്. അവരുടെ ആ ഒരു മരണത്തിലുള്ള ദുഃഖമൊക്കെ തന്നെ അവർ ഒരു വിധത്തിൽ അടക്കി പിടിച്ചിരിക്കുന്ന ഒരു സമയത്താണ് ഇത്തരത്തിൽ പോസ്റ്റ്മോർട്ടത്തിനായിട്ട് ആശുപത്രിയിലേക്ക് മൃതദേഹങ്ങൾ എത്തുന്നത്. അങ്ങനെ 8, 10, 12 മണിക്കൂർ പോലും ഒരു രാവും പകലും പൂർണ്ണമായി ഇരുന്ന തരത്തിലൊക്കെ തന്നെ സമാനമായ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പല രീതിയിൽ ആളുകൾ ശ്രമിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും പോസ്റ്റ്മോർട്ടം പൂർത്തീകരിച്ച് പുറത്തേക്ക് എത്തിക്കാനായിട്ട്. രാഷ്ട്രീയ സ്വാധീനവും അതുപോലെ തന്നെ മാധ്യമങ്ങളുടെ സഹായമൊക്കെ തന്നെ പലപ്പോഴും അഭ്യർത്ഥിക്കേണ്ട തരത്തിലേക്ക് കുടുംബങ്ങൾ പോകുന്നു, നാട്ടുകാർ പോകുന്നു എന്നത് ഏറ്റവും അവരുടെ ദുരവസ്ഥ തന്നെയാണ് കാണിക്കുന്നത്. കാരണം അത്രത്തോളം സങ്കടം ഉണ്ടാകുന്നൊരു കാഴ്ച. ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്ന് കൃത്യമായി ചോദിച്ചു കഴിഞ്ഞാൽ അതാത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൃത്യമായ ക്ലിയറൻസ് ലഭിക്കാത്തതാണ് ഇതിനുള്ള കാരണം എന്നാണ് പറയുന്നത്. പക്ഷേ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമ്മൾ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് എങ്ങനെയാണോ സാധാരണ രീതിയിൽ ഒരു അസ്വാഭാവിക മരണം ഉണ്ടാകുന്ന സമയത്ത് തങ്ങൾ ഒരു ക്ലിയറൻസ് കൊടുക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത്. അതിൽ യാതൊരു അപാകതയുമില്ല. ഇനി എന്തെങ്കിലും തരത്തിലുള്ള ഒരു അപാകതയോ വ്യക്തത കുറവോ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അത് പരിഹരിക്കാനായിട്ട് പോലീസ് തയ്യാറാണ് എന്ന് തന്നെയാണ് അവരെപ്പോഴും പറയുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു വിവരം വളരെ പ്രധാനപ്പെട്ട ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ് കാസർഗോഡ് നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം BJP നേതാവ് കാസർഗോഡ് ML അശ്വിനി തത്സമയം ചേരുന്നുണ്ട്. അശ്വിനി, പറഞ്ഞ പ്രകാരമാണെങ്കിൽ വലിയ ഗുരുതരമാണ്, അങ്ങേയറ്റത്തെ ഹൃദയശൂന്യമായിട്ടുള്ളൊരു നിലപാട് കൂടിയാണ്. കാരണം ഒരു മൃതദേഹമൊക്കെ ഇങ്ങനെ കാത്തു കിടക്കേണ്ടി വരുന്ന അവസ്ഥ ബന്ധുക്കളെ സംബന്ധിച്ചോളം ഒക്കെ തന്നെ വളരെ ഒരുപക്ഷെ എന്താ പറയുക, അത് നൂലാമാലകളൊന്നും തന്നെ ഇല്ലാതെ അത് ഒഴിവാക്കേണ്ട പ്രശ്നമാണ്. എന്താണ് ശരിക്കും ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അവിടുത്തെ ജനത? അശ്വിനി, ആ മ്യൂട്ട് ഒന്ന് മാറ്റി സൂമിന്റെ സംസാരിക്കാമോ? ഇവിടെ കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ അനുഭവിച്ച ഒരു വേദനയുണ്ട്. ഒരു 9 മണിക്കാണ് അദ്ദേഹം മരണപ്പെട്ട വാർത്ത വരുന്നത്. അതായ ശേഷം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് പിന്നെ പോസ്റ്റ്മോർട്ടം വേണ്ടിയിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത് കാസർഗോഡ് ജനറൽ ഹോസ്പിറ്റലിലേക്ക്. അപ്പൊ 11:40ക്കാണ് ഈ ഡെഡ് ബോഡി ഇവിടെ എത്തിയിട്ടുള്ളത്. പക്ഷേ 11:40ക്ക് എത്തിയിട്ടും പോലും നൈറ്റ് നിങ്ങൾക്ക് അറിയാൻ ആയിട്ടുണ്ടാവും
മാധ്യമമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അവിടെ 5 മണിക്ക് ബോഡി വിട്ടു കൊടുക്കാന്ന് പറഞ്ഞ ഡോക്ടർ ഒരു വാക്കും പോലും പറയാണ്ട് അടിച്ചുകൂട്ടി പോയതാണ്. പിന്നെ എനിക്ക് വന്ന സമയത്ത് ഇൻഫർമേഷൻ 6 o'clock എന്നെ വിളിച്ചിട്ടാകുമ്പോ ഇവിടെ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടില്ല, ഡോക്ടർ ഇവിടുന്ന് പോയിട്ടുണ്ടാണെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ പോയ സന്ദർഭത്തിലേ അവിടെ പറഞ്ഞത് അങ്ങനെയാണ്. 11:40 ബോഡി എത്തി ഹോസ്പിറ്റലിലെ ഡോക്ടർ പറഞ്ഞു നമുക്ക് 5 മണിയുടെ ഉള്ളിൽ ബോഡി വിട്ടു കൊടുക്കാന്ന് പറഞ്ഞതാണ്. പിന്നെ അവിടെ പോയിട്ട് സൂപ്പറിനെറ്റ് വിളിക്കുമ്പോ അവിടുത്തെ സൂപ്പറിനെറ്റ് എത്ര കെയർലെസ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ഫോൺ വിളിച്ചിട്ടും ഫോൺ എടുക്കാത്ത ഒരാളാണ്. ഞാൻ മാത്രമല്ല അവിടെ ഉണ്ടായ കുറെ ആള് സൂപ്പറിനെറ്റ് വേണ്ടി വിളിച്ചതാണ്, എന്നിട്ടും പോലും ഫോൺ എടുക്കാത്ത അങ്ങനെ തന്നെ ഉണ്ടായതാണ്. ഞാൻ 2 മൊബൈൽ നമ്പർ തന്നെ ഒരു 10 പ്രാവശ്യം വിളിച്ചിട്ടുണ്ടാവും. നമ്മൾ പോലീസിന്റെ ക്ലിയറൻസ് സംബന്ധിച്ച് എന്താണ് പറയുന്നത്? അവിടെ എന്താണ് പ്രശ്നം? പോലീസിന് അങ്ങനെ വൈകിപ്പിക്കാൻ ബോധപൂർവ്വം കഴിയില്ലല്ലോ, പെട്ടെന്ന് തന്നെ ക്ലിയറൻസ് സാധ്യമാക്കുക എന്നതാണല്ലോ. അതെ, പോലീസിനോട് സംസാരിച്ചു. പോലീസിനോട് പറഞ്ഞത് അങ്ങനെയാണ്. 3:45 3:45 നമുക്ക് നമ്മളെ കേസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ നമ്മൾ 5 മണിന് മുമ്പ് മീൻസ് 4:45 ക്ലിയറൻസ് ആക്കിയിട്ട് നമുക്ക് കൊടുക്കുമ്പോ അവിടുന്ന് പേപ്പർ അവർ വാങ്ങില്ല, നമ്മളെ കയ്യിൽ നിന്ന് പേപ്പർ വാങ്ങില്ല. അങ്ങനെ തന്നെ അത് നമ്മളെ ജീവനക്കാരുടെ അഭാവമുണ്ടോ, ജീവനക്കാരുടെ പ്രശ്നങ്ങൾ ഉണ്ടോ? അതാണോ ഈ പ്രധാനപ്പെട്ട കാര്യമായിട്ട് അവർ പറയുന്നത്? സീക്കിന്റെ സർജന് നമുക്ക് അവിടെ ഒളിവുണ്ട്. ആക്ച്വലി ഒരാൾ അങ്ങോട്ട് ട്രാൻസ്ഫർ ആയി പോയി കഴിഞ്ഞെങ്കിൽ സർക്കാരത്തിന്റെ ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് അവിടെ മറ്റേ ഒരു ജോലിക്കാരനെ അവിടെ നിയമിക്കേണ്ടത്. പക്ഷെ ഇവിടെ നമുക്ക് എല്ലാ പോസ്റ്റിലും ഒളി വെച്ചിട്ട് കൊണ്ടു കേരളത്തിലെ കാസർഗോഡിൽ മാത്രമാണ് 24/7 ഇവിടെ പോസ്റ്റ്മോർട്ടമിന്റെ കാര്യങ്ങൾ നടക്കുന്നത്. ഇതുപോലെ ആളുകൾ എന്താണ് അടുത്ത സംസ്ഥാനത്തേക്ക്, അയൽ സംസ്ഥാനത്തേക്ക് തന്നെ പോകേണ്ട അവസ്ഥയാണല്ലേ? മറ്റ് ആശുപത്രികളൊന്നും അവർക്ക് ആവശ്യമായ ഫെസിലിറ്റീസ് ഉള്ള ആശുപത്രികളൊന്നും സമീപത്തൊന്നും ഇല്ലല്ലോ. നമുക്ക് ഒരു സംവിധാനം ഇല്ല ഇവിടെ ആൾക്കാർ എന്തെങ്കിലും പെട്ടെന്ന് ആയിക്കഴിഞ്ഞെങ്കിൽ അടുത്തുള്ള രാജ്യത്താണ് നമ്മൾ ആശ്രയിക്കേണ്ടത് വരുന്നത്. നമ്മൾ ഏകദേശം എല്ലാവരും പോകുന്നത് മാംഗ്ലൂർ ആണ്. അത്ര ഗതികെട്ട ഒരു മെഡിക്കലിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് മാറിയിട്ടുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം 2013 ഇവിടെ ഉക്കിനടക്ക മെഡിക്കൽ കോളേജിൽ ഫൗണ്ടേഷൻ സ്റ്റോൺ ഇട്ടത്. പക്ഷെ ഇപ്പോ ചില OP അല്ലാണ്ട് വേറെ ഒന്നും വർക്ക് ഇവിടെ നടക്കുന്നില്ല. അതേപോലെ TV ബ്ലോക്ക് ഉണ്ട്. ഇപ്പൊ നേരത്തെ ഇവിടുന്ന് നമ്മളാ പ്രവർത്തകർ അവിടെ പോയിട്ടുണ്ടായിരുന്നു. TV ബ്ലോക്കും പോലും അതിന്റെ OP ഇപ്പോ നടക്കുന്നത് ഒരു ഓൾഡ് ബിൽഡിങ്ങിലാണ്. 100 ഇയേഴ്സിന്റെ ഓൾഡ് ബിൽഡിംഗ് ആണ്. അത് എപ്പോ തകർന്നു പോലും പറയാൻ പറ്റുന്നില്ല. അതേപോലെ STP സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു ഹോസ്പിറ്റലിൽ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് എത്രത്തോളം വേണം, എത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതിന്റെ വർക്കും പോലും പകുതിയാക്കി വെച്ചിട്ടുള്ളതാണ്. തീർച്ചയായും അശ്വിനി, വളരെയധികം നന്ദി. എന്തായാലും ഒരുപാട് ആവലാതികളുടെ ഒരുപാട് അഴിച്ച് കിടക്കുകയാണ് അവിടെ. അപ്പോൾ പരിഹാരം ഉണ്ടായില്ല എങ്കിൽ നിങ്ങൾ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധിയാണ്, ജില്ലാ ഭാരവാഹിയാണ്. അപ്പോൾ ശക്തമായ പ്രക്ഷോഭങ്ങൾ കൂടി നടത്തിക്കൊണ്ട് ഇതിന്റെ ശ്രദ്ധ ക്ഷണിക്കുക. ഇടവേളയ്ക്ക് ശേഷം മറ്റിടങ്ങളിലേക്ക് പ്രധാനപ്പെട്ട ആശുപത്രികളൊക്കെ ഉണ്ട്. കണ്ണൂരിലൊക്കെ എന്താണ് അവസ്ഥയെന്ന് നമുക്ക് പരിശോധിക്കാം. ഇടവേളയ്ക്ക് ശേഷം കോട്ടയത്തെ ബിന്ദുവിന്റെ മരണത്തിന് ശേഷം ഈ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളുടെ ദുരവസ്ഥ സംബന്ധിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ നമ്മൾ ഓരോ ആശുപത്രി കേന്ദ്രീകരിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഒരു പ്രേക്ഷകൻ ആലപ്പുഴയിൽ നിന്നും നമ്മളെ വിളിച്ചുകൊണ്ട് ദുരവസ്ഥ പറയാൻ വേണ്ടി ചേരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ശശിധരൻ. താങ്കൾക്ക് എന്താണ്? ശശികുമാർ എന്നാണ് പേര്. ശശികുമാർ, എന്താണ് താങ്കൾക്ക് പറയാനുള്ള, താങ്കൾക്കുള്ള അനുഭവം എന്താണ്? ഈ സർക്കാർ ആശുപത്രികളിലെ ഈ സാധാരണക്കാരായിട്ടുള്ള നമ്മൾക്കെല്ലാം അവിടെ പോകേണ്ടി വരിക. സത്യത്തിൽ അത് നമുക്ക് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു അനുഭൂതിയാണ് ഉണ്ടാക്കുന്നത്. കാരണം വേണ്ട ചികിത്സ നമുക്ക് ലഭ്യമല്ല. തന്നെയല്ല, നമ്മൾക്ക് ഈ ചികിത്സയ്ക്ക് വേണ്ടി സർക്കാർ അനുവദിച്ചിരിക്കുന്ന യാതൊരു ഗുണഫലവും ഈ ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭ്യമല്ല. ഏത് കാലഘട്ടത്തിലാണെങ്കിലും ഇതേപോലെ ഒരു ബുദ്ധിമുട്ട് നമ്മളെ തേടി വരുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. ഏത് സമയത്തും നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് അഡ്മിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അവർ പറയുന്ന ഒരു നിയമം അതാണ്, അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ചികിത്സ അവിടെ സൗജന്യമായിട്ട് തരത്തുള്ളൂ. നമ്മൾക്ക് ഏത് രീതിയിലുള്ള കാർഡ് ഉണ്ടായെന്ന് വിചാരിച്ചാലും ശരി ശശികുമാർ, എന്തായാലും അത് സംവിധാനത്തിന്റെ പല പിഴവുകളാണ്. എന്തായാലും അത് ഒക്കെയും നമ്മളിപ്പോൾ ഒന്ന് പൊളിച്ചെഴുത്തിന്റെ വക്കിൽ നിൽക്കുകയാണ്.
ആ സമയത്ത് വരുന്ന വളരെ പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ തന്നെയാണിത്. നമ്മളിനി കണ്ണൂർ ജില്ലയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ജില്ലാ ആശുപത്രിയിലും അപകടം പതിയിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പഴക്കം കാരണം സീലിംഗ് അടർന്നു വീഴുന്നു, കെട്ടിടം പൊളിച്ചു മാറ്റണമെന്ന ആവശ്യം അവിടെ വളരെ ശക്തമായി ഉയർന്നിട്ടുമുണ്ട്. CK വിജയം ചെയ്തിട്ടുണ്ട്. CK, അവിടെയുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. പരിതാപകരമാണല്ലേ? എപ്പോൾ വേണമെങ്കിലും മനുഷ്യൻ്റെ, രോഗികളുടെയൊക്കെ തലയിലേക്ക് വന്ന് പതിക്കാൻ വേണ്ടി നിൽക്കുന്ന ഫാൻ, മറ്റ് ഇലക്ട്രിക് സംവിധാനങ്ങൾ, ഇതൊന്നും കണ്ടിട്ടും അനക്കമില്ലേ CK? അതിൽ 2-3 ഭാഗങ്ങളിൽ നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം എവിടേക്കാണ് പ്രശ്നങ്ങൾ എന്നുള്ളത്. അതിൽ ഏറ്റവും ആദ്യം നമ്മൾക്ക് പറയാനുള്ളത് അതിൻ്റെ OP ടിക്കറ്റുകൾ എടുക്കുന്ന ആ കൗണ്ടറിൻ്റെ അടുത്ത് തന്നെയാണ്. സ്വാഭാവികമായും അവിടെ നിൽക്കുന്ന ഏതൊരാളുടെ തലയിലേക്കും വീഴാവുന്ന രീതിയിൽ അതിൻ്റെ കോൺക്രീറ്റിൻ്റെ മേൽഭാഗം അടർന്നു നിൽക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. തൊട്ടടുത്ത് ഇത്തരം രജിസ്ട്രേഷനുകൾ പൂർത്തീകരിക്കുന്ന കമ്പ്യൂട്ടറും മറ്റും വെച്ചിരിക്കുന്ന ആ സ്ഥലത്തും കാണാം. അവിടെ ഏതാണ്ട് ഉച്ചയ്ക്ക് 1 മണിവരെ അവിടെ OP കൗണ്ടറിൻ്റെ അകത്തുള്ള സ്റ്റാഫുകൾ എല്ലാം തന്നെ ഇരിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്ന സ്ഥലമാണ്. അവിടെയും ഇതേ രീതിയിൽ കാലപ്പഴക്കം എത്രത്തോളം കെട്ടിടത്തിന്റെ? ഇതിൻ്റെ ഈ കെട്ടിടത്തിൻ്റെ കാലപ്പഴക്കം നമുക്ക് കൃത്യമായിട്ട് പറയാൻ പൂർണ്ണമായി സാധ്യമല്ല. കാരണം എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഒരു 70 വർഷം വരെയൊക്കെ സമയമുള്ള, അല്ലെങ്കിൽ നിർമ്മിച്ച് 70 വർഷമെങ്കിലും കഴിഞ്ഞതടക്കം കെട്ടിടങ്ങൾ അവിടെയുണ്ട്. അതോടൊപ്പം തന്നെ അതിനേക്കാളും കൂടുതൽ കാലയളവ് പ്രവർത്തിച്ച കെട്ടിടമുണ്ട്. അത് ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. പക്ഷേ ഉപയോഗിക്കുന്നില്ല എങ്കിൽ കൂടിയും അതിൻ്റെ വരാന്തകൾ നമ്മൾ ഉപയോഗിക്കുന്നു. അതിലൂടെയാണ് ആൾക്കാർ പോവുകയും വരികയും ചെയ്യുന്നത്. അതിലൂടെയാണ് രോഗികളും നഴ്സുമാരും ഉൾപ്പെടെയുള്ള സ്റ്റാഫ് ആൾക്കാർ നടന്നു പോകുന്നത്. ആ വഴികളൊന്നും തന്നെ അടച്ചിട്ടില്ല. പക്ഷേ ആ കെട്ടിടം പൂർണ്ണമായി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് ഈ ഇടനാഴിയും ഏത് സമയം വേണമെങ്കിൽ തകർന്നു വീഴാം. അതിന്റെ മേൽഭാഗമൊക്കെ ആ ദൃശ്യങ്ങൾ തന്നെ കാണാവുന്നതാണ്. എത്രമാത്രം കമ്പിയടക്കം പുറത്തു കാണുന്ന ദൃശ്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും നിലം പതിക്കാവുന്ന രീതിയിൽ നിൽക്കുകയാണ്. ഭാഗ്യം കൊണ്ട് ഒന്നും സംഭവിക്കുന്നില്ല എന്ന് മാത്രം ഇപ്പോൾ